ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്നലെ തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസ് ഏത് ചിത്രമാണ് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്നാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന 3 മലയാള ചിത്രങ്ങൾ അതിലേതാണ് മുന്നിൽ വന്നതെന്നും ഏതൊക്കെ നിലവിലുള്ള സിനിമകളുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ. നസ്ലിൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ഉണ്ണിമുകുന്ദൻ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ. നസ്ലിനൊപ്പം തന്നെ സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറുകയാണ്. ചിത്രത്തിന്റെ തുടർച്ചയായിട്ടുള്ള 4ാം ദിവസത്തെ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 67 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതാണ് നിലവിൽ പുറത്തുവരുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 12 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നസ്ലിന്റെ കരിയറിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ സാധിച്ചില്ലെങ്കിലും ഹിറ്റ് ലിസ്റ്റ് ഇടം നേടും മോളിവുഡ് ടൈംസ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രമാണല്ലോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. അർജുനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സുഭാഷ് കെ രാജ അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ പൃഥ്വി മുകുന്ദൻ, അഭിരാമി, ജോൺ കൊക്കൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. മെയ് 28 തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം 2 ആഴ്ചയും വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള 12ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 54 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നെറ്റ് 58 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അർജുന്റെ കരിയറിൽ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലോട്ടാണ് ബ്ലാസ്റ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയാണ്. ലാലേട്ടൻ, മീന, അസ്തർ, അൻസിബ, ആയിഷ ശരത്ത്, സിദ്ദിഖ്, മുരളി ഗോപി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് 3ാം ആഴ്ചയും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 3ാം തിങ്കളാഴ്ചയായിട്ടുള്ള ഇന്നലെ വർക്കിംഗ് ഡേയിലും 19 ദിവസം 51 ലക്ഷം രൂപയോളം ചിത്രം ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കി. ചിത്രത്തിന്റെ ആദ്യ 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 233 കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ എക്കാലത്തെയും വലിയ വിജയങ്ങൾ ഒന്നായിട്ട് തന്നെ മാറി. അതോടൊപ്പം തന്നെ കേരളത്തിൽ മികച്ച വിജയം സ്വന്തമാക്കുന്ന അല്ലെങ്കിൽ മികച്ചൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഒബ്സഷൻ എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രമാണ്. ചിത്രത്തിന് ഇതിന്റെ വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ട് ക്യൂരി ബർക്കറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നിഷേൽ ജോൺസനാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിത്രം 1500 കോടി പിന്നിട്ട് വൻ വിജയമായിട്ട് മുന്നേറുകയാണ്. ഏകദേശം 7 കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ലോക സിനിമ കണ്ടെക്കാത്ത വലിയ വിജയങ്ങളൊന്നായിട്ട് ഒബ്സഷൻ മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇത്രയും ചിത്രങ്ങളാണ് കേരളത്തിൽ തരംഗമായിട്ട് മാറുന്നത്. അതോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ട് എത്തി വലിയ കളക്ഷൻ ഒന്നും സ്വന്തമാക്കാതെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും ദിവസങ്ങൾ ആരൊക്കെ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ സ്വന്തമാക്കുന്നു, ആരൊക്കെ ബോക്സ് ഓഫീസിൽ തകർന്നടിയെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.